എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ റെസിപ്പിയുടെ ഫില്ലിങ് തയ്യാറാക്കിയിരിക്കുന്നത്. പലഹാരം തയ്യാറാക്കി തുടങ്ങാം. പലഹാരം തയ്യാറാക്കുന്നതിനായി ഒരു പാനിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ അരിപ്പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കട്ടകളില്ലാതെ തന്നെ വേണം ഈ മാവ് കലക്കിയെടുക്കേണ്ടത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ റെസിപ്പി ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇളക്കി യോജിപ്പിച്ച മാവ് അടപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം. ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം. നെയ്യ്ക്ക് പകരം എണ്ണയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് മാവിന് നല്ല സോഫ്റ്റ് കിട്ടുന്നത് വേണ്ടിയിട്ടാണ്. മാവ് നന്നായി ഇളക്കി കൊടുക്കണം. പാനിൽ നിന്നും വിട്ട് കിട്ടുന്നത് വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഈ ഒരു പാകത്തിനാണ് മാവ് തയ്യാറായി കിട്ടേണ്ടത്. ഇതിൻ്റെ ചൂടാറുന്നതിനായി മാറ്റിവെക്കാം. ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഫില്ലിങ്ങിന് നല്ലൊരു മണമൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് 2 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഏലക്ക ചേർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രൂട്ടിയാണ്. 3 ടേബിൾ സ്പൂൺ ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. നല്ലൊരു കളർഫുൾ ഫില്ലിംഗ് ആണ് തയ്യാറായിട്ടുള്ളത്. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ്ങിലേക്ക് ചേർക്കേണ്ടത് പഴമാണ്. അതിനായി ഞാൻ 4 പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഏത് പഴവും എടുക്കാവുന്നതാണ്. മാവ് പരത്തുന്നതിന് വേണ്ടി വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. വാഴയില പൊട്ടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടിയെടുക്കണം. ഈ വാഴയിലേക്ക് ആവശ്യത്തിന് മാവ് വെച്ച് കൊടുത്ത് പരത്തിയെടുക്കണം. മാവ് പരത്തിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം അതിൻ്റെ പുറമേക്ക് വെക്കണം. ഫില്ലിങ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം വാഴയില 2ആയിട്ട് മടക്കിയെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. ഇനി ഇഡൽ പാത്രത്തിൽ വെച്ച് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതിലെ മാവെല്ലാം നേരത്തെ വെന്ത് വന്നിട്ടുള്ളതിനാൽ ഈ അട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സാധാരണ അടകളിൽ നിന്നും ഒരു വ്യത്യസ്തമായ രുചിയാണ് ഈ അടയ്ക്കുള്ളത്. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുതേ. ഈ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള അട നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.